ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയരെ, 2026 വലിയ നോമ്പിൻ്റെ ഭാഗമാകുവാൻ സൃഷ്ടാവായ ദൈവം നമുക്ക് അവസരം നൽകി. നമുക്ക് നന്ദി പറയാം. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വചനധ്യാനത്തിനും പ്രാധാന്യം നൽകി 37 ദിവസങ്ങൾ പിന്നിടുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഓരോ ദിവസവും ഓരോ ചിന്താവിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ആരാധനയും പ്രാർത്ഥനയും വചനധ്യാനവും ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ധ്യാനത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം ക്രിസ്തു അഭിഷിക്തൻ എന്നതാണ്. ഇതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 18-19 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഇത് എബ്രായ ഭാഷയിലെ മിശിഹ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പരിഭാഷയാണ്. ദൈവത്താൽ പ്രത്യേക ദൗത്യത്തിനായി തിരഞ്ഞെടുത്തവൻ, രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ എന്നീ നിലകളിൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട യേശുവാണ് യഥാർത്ഥ ക്രിസ്തുവെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിക്കുന്നു. ലൂക്കോസ് 4:14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കത്തിൽ നസ്രയത്തിലെ ദേവാലയത്തിൽ വെച്ച് പ്രഖ്യാപിച്ച ദൗത്യ പ്രഖ്യാപനമാണ് നസ്രയത്ത് മാനിഫെസ്റ്റോ. പാവങ്ങളെ സുവിശേഷം അറിയിക്കുക, തടവുകാർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, മർദ്ദിതർക്ക് സ്വാതന്ത്ര്യം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ക്രിസ്തുവിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും ഈ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മേലുണ്ടെന്നും അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കാൻ താൻ വന്നിരിക്കുന്നുവെന്നും യേശു ഇതിലൂടെ പ്രസ്താവിച്ചു. രോഗശാന്തി, നീതി, മോചനം എന്നിവ ഉൾക്കൊണ്ടുള്ള സമഗ്രമായൊരു വിമോചനമാണ് തൻ്റെ പ്രവർത്തന ലക്ഷ്യമെന്ന് യേശു പ്രഖ്യാപിച്ചു. ഈ നോമ്പ് നാളുകളിലും തുടർന്നും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരായി യേശു ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.